നിങ്ങൾക്കറിയുമോ, ഏകദേശം 10-25 വർഷക്കാലം മുമ്പ് നമ്മുടെ നാടുകളിൽ നിന്ന് പാതിരാ വയലുകളിൽ കേട്ട ഒരു അഭിസംബോധന ഉണ്ടായിരുന്നു. എന്താണത്? വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഹറാമാണ് കേട്ടോ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താകുന്നു. വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താകുന്നു, അത് പുത്തൻ വാദമാകുന്നു എന്നായിരുന്നു ആ അഭിസംബോധന, എന്നായിരുന്നു ആ പാതിരാ വയൽ. നമ്മളോട് മറന്നുപോയിട്ടില്ല. മരണപ്പെട്ടു പോയ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അദ്ദേഹം തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പലയിടത്തായി പറയുന്നു, വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ജായിസ് അല്ല, ഹറാമാകുന്നു, അഥവാ മതപരമായി നിഷിദ്ധമാകുന്നു വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുക എന്നത്. പാവപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ പുത്തൻ വാദത്തിനെതിരെ ശബ്ദിച്ചു. ചിലർ ചോദിച്ചു, ഹസൻ മുസ്ലിയാരാകുന്ന മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ എന്ന് മുജാഹിദിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. വിനീതരായ മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു, ഞങ്ങൾ ആരുമല്ല. പക്ഷേ ഹസൻ മുസ്ലിയാർ പറഞ്ഞത് ഖുർആനിനും ഹദീസിനും എതിരാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവരും പഠിക്കണം, മനസ്സിലാക്കണം, അതുകൊണ്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്ന് അതൊരു പുത്തൻ വാദമാണെന്ന് പറഞ്ഞ് ഒരു യാഥാർത്ഥ്യത്തെ പുത്തൻ വാദമാക്കി അവതരിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ വന്നെങ്കിൽ അൽഹംദുലില്ലാ ഇന്ന് കാണാൻ പറ്റുന്ന അവസ്ഥ എന്താണ്? ഈ പ്രഭാഷണം, ഈ ക്യാമ്പയിൻ ഇവിടെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ന് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഇറക്കിയിട്ടുണ്ട്. ഔദ്യോഗിക സംസ്ഥയുടെ ഉന്നതനായ നേതാവാണല്ലോ അദ്ദേഹം. അഥവാ ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ അനുയായി തന്നെ പ്രാവർത്തികമായ മറുപടി കൊടുത്തു. അതേപോലെ തന്നെ അടുത്ത് മരിച്ചുപോയ കോഴിക്കോട് വലിയ കാലി സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ തിരുവങ്ങാടി കാലി അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ മുഖവാരികയായ റിസാല പറഞ്ഞത് 100% സുന്നത്ത് ജമാഅത്തുമായി യോജിക്കുന്ന പരിഭാഷയാകുന്നു ഇത് എന്നാണ്. അതേപോലെ തന്നെ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ ജലാലൈനിയുടെ പരിഭാഷ ഇറക്കി. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ പുതുതായി ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. മേലപ്പ് വെച്ച് കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. കഴിഞ്ഞു, മേലപ്പ് വെച്ച് കഴിഞ്ഞു. ഖുർആനും സുന്നത്തും അതിലേക്ക് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല, ഒന്നും എടുത്തു മാറ്റേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇസ്ലാമിന്റെ തനിയായ രൂപം, ശരിയായ രൂപം സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്.